Hi foodies, welcome back to Homebaking. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ ദമ്മൊക്കെ ചെയ്ത് എടുക്കുന്ന ബിരിയാണികളല്ലേ കൂടുതൽ ചെയ്തിട്ടില്ലേ. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ തുടക്കക്കാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിരിയാണിയാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ആദ്യം തന്നെ നമ്മൾ അടി കട്ടിയുള്ളൊരു പാൻ വയ്ക്കുക. എന്നിട്ട് വളരെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ അത് നിങ്ങൾക്ക് സേഫായിട്ട് തോന്നുന്നത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വലിയ സൈസായിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുറച്ച് ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇതൊരു ദിവസം രാത്രി മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ടൈം ഉള്ളതിനനുസരിച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം വയ്ക്കാൻ നോക്കുക. മിനിമം നമ്മളൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വളരെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഗീയോ ചേർത്ത് നമ്മൾ രണ്ട് സൈഡും ഒന്ന് കളർ ചേഞ്ച് വരുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ മാരിനേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് വേണ്ട. വളരെ ലൈറ്റായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ കുറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ നോർമൽ ബിരിയാണീസൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണികളൊക്കെ ആണെങ്കിൽ നമ്മൾ ദമ്മൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് കുറച്ച് ടൈം വെയിറ്റിംഗ് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും വേണ്ട. ഇതിപ്പം പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എറണാകുളം മാഞ്ഞാളി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് മുളക് പൊടി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഈ ചിക്കനിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒരു ഹാഫ് കപ്പോളം വെള്ളം ചേർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഈ ചിക്കനെ രണ്ട് ഭാഗവും കളർ ചേഞ്ച് വരുത്തിയ ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഉപ്പ് ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ മാരിനേഷൻ ടൈമിൽ ഇട്ടിട്ടുണ്ടാവും. ഇനി അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. വളരെ കുറച്ച് ഞാനിപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒരു 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, കുറച്ച് ജീരകം ചേർക്കാം. ജീരകം നിങ്ങളുടെ ഫ്ലേവർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് ഫെനലാണ് നമ്മൾ ചേർക്കുന്നത്, ക്യുമിനല്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ വെള്ളം വറ്റണ്ട. നമുക്ക് ഈ വെള്ളം ഗ്രേവി ആയിട്ട് നമുക്ക് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കണം. ചിക്കൻ കുക്കാവുക, അതായത് കറക്റ്റ് കുക്കാവണമെന്നില്ല, കുറച്ച് ബാലൻസ് വെച്ചാൽ മതി. നന്നായിട്ട് ഇങ്ങനെ ബോണിൽ നിന്നൊക്കെ മാറിപ്പോരുന്ന രൂപത്തിലേക്കൊന്നും എത്തണ്ട. ഈ ഒരു കുക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലെ ഗ്രേവി എടുത്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഈ ചിക്കൻ്റെ എല്ലാ ടേസ്റ്റും ഈ ഗ്രേവിയിലുണ്ടായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഈ ഗ്രേവി നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. നമുക്കിത് ആവശ്യമുണ്ട്. ഇനി ഗ്രേവി എടുത്ത് മാറ്റിയ ശേഷം ആ ഫ്ലെയിമിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് നിങ്ങളിപ്പോൾ ഗീയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ല കോക്കനട്ട് ഓയിലിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാൻ ഗീ 2 ടൈമിലേ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് നമ്മുടെ റൈസ് ചെയ്യുമ്പോഴും അതുപോലെ ഈ ഒരു ഗ്രേവിയുടെ ലാസ്റ്റ് ടൈമിലും. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ചെയ്യാനുള്ള ഹോൾ സ്പൈസസ് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്കൊരു 6-7 പീസ് നമ്മൾ ഗാർലിക് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഗാർലിക് കളർ മാറി വരട്ടെ. ആ സമയം നമുക്കതിലേക്ക് ഓണിയൻ, അതായത് ഒരു നോർമൽ സൈസ് ഓണിയൻ സ്ലൈസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ചേർക്കാം. ചോപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്താൽ മതി. ആ സമയം നിങ്ങൾ എന്താ പറയുക, പറ്റുവാണെങ്കിൽ മറ്റൊരടുപ്പിൽ നമുക്ക് കുറച്ച് ഓണിയൻ ഒന്ന് എന്താ പറയുക നമ്മുടെ ബിസ്താക്കി വയ്ക്കാം. അതായത് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വയ്ക്കുക. ഗോൾഡൻ കളറിൽ ഓണിയനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് ഡെക്കറേഷനൊക്കെ ആവശ്യം വരും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിനെ ഗോൾഡൻ കളറിലേക്ക് എത്തിച്ച് എടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ഇതിലെല്ലാം ഹോൾ സ്പൈസസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റാൻ പ്രയാസമായിരിക്കും. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതപ്പോൾ കണ്ടല്ലോ, ആ ഒരു വെളിച്ചെണ്ണയിലിരുന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ആ ഒരു എന്താ പറയുക, ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് വരും. അതായത് ഇപ്പോൾ നമ്മളൊരു ബോയിൽഡ് ചിക്കൻ്റെ ടേസ്റ്റിൽ നിന്നും അതിനൊരു ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ബിരിയാണിക്ക്. നമ്മുടെ നോർമൽ കോഴിക്കോടൻ ബിരിയാണിയിൽ നിന്നും നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 4.5 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഗ്ലാസ്സെന്ന് ഞാൻ പറഞ്ഞാലും കപ്പെന്ന് പറഞ്ഞാലും നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ ആ ഒരു പാത്രത്തിൽ
ഒരു ഗ്ലാസ് ഇപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 4.5 ഗ്ലാസ് വെള്ളം. ഓക്കെ, അത്രയും ഓർത്താൽ മതി. ഇപ്പം നമ്മൾ ചിക്കൻ അതിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റി. ഇപ്പുറത്തുള്ള വെള്ളത്തിലാണ് കേട്ടോ ഈ സോൾട്ട് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്കാണ് നമ്മൾ റൈസ് ചേർക്കാൻ പോകുന്നത്. അതായത് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് അവർ എങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കുക, ഡ്രെയിൻ ചെയ്ത് വെക്കുക. സ്ട്രെയിൻ ചെയ്തിട്ടുള്ള റൈസിനെ നമ്മൾ ഈ ബോയിലിംഗ് ആയിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് ഉപ്പൊക്കെ നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി ബോയിലാവുമ്പോൾ ഇതിനെ ലിഡ് അടച്ച് വെച്ച് നമ്മൾ കുക്കാകാൻ വെക്കാം. ഒന്ന് ബോയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഗ്രേവി ഉണ്ടാക്കുകയാണ്. നമ്മുടെ ആ ചിക്കൻ എല്ലാം കോരി മാറ്റിയ ശേഷം അതിലേക്ക് നമ്മുടെ അണിയൻ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തു കുറച്ച് ഉപ്പ് ചേർത്തിട്ട്, എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 3 വലിയ ഓണിയനാണ് ചേർത്തിട്ടുള്ളത്, സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 തക്കാളി ചേർത്തു, അതുപോലെ ഒരു 3-4 പച്ചമുളക് ചേർക്കുക. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ റൈസ് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുക, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി വേവിനനുസരിച്ച് നമുക്ക് ഫ്ലെയിമൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 3 ഗ്ലാസ് റൈസ് എടുക്കുമ്പോൾ 4.5 ഗ്ലാസ് അരി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ അരി ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ ഈ ബിരിയാണികൾക്ക് ഒട്ടിയിരിക്കുമ്പോൾ നന്നായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ബാസ്മതി റൈസ് അതുപോലെയുള്ള കണ്ടിട്ടില്ലേ നിങ്ങൾ വിട്ടിരിക്കുമ്പോൾ, അതുപോലെ നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നിർബന്ധമുള്ള വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലർക്ക് ഇങ്ങനെ വിട്ടിരിക്കുന്ന അരി ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിയിലോട്ട് പോവാം. ഗ്രേവി ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഓണിയനും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നു. നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. കറിവേപ്പിലയുടെ ഫ്ലേവർ ഈ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ ബിരിയാണിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നമ്മൾ തൈര് ചേർക്കുന്നില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം. പച്ചമുളക് കൂടുതൽ ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, അതുപോലെ കുറച്ച് നമ്മുടെ ഈ ഒരു ഉപ്പും ചേർത്ത് കുറച്ച് ലൈം ജ്യൂസും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേവി കൂടെ ചേർക്കുക. ഗ്രേവി ചേർത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഇളക്കിയിട്ട് നന്നായിട്ട് കുക്കാകാൻ വയ്ക്കുക. ഈ ഒരു ഗ്രേവി നന്നായിട്ട് വെന്തുടഞ്ഞ് ഒരു പരിവായിട്ട് വരണം. ആ ഗ്രേവിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഗ്രേവി റെഡി ആയി കഴിഞ്ഞാൽ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടെ അതിലിരുന്ന ആ ഗ്രേവിയും ചിക്കനും ഒന്ന് കറക്റ്റായിട്ട് വരാൻ, രണ്ടിലേക്കും ടേസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ റൈസ് ഒന്ന് 3/4 വേവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ലിഡൊക്കെ അടച്ച് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഇതൊന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ നോക്കുക കറക്റ്റ് അല്ലേന്ന്. പുളിയും എരിവും ഒക്കെ, മുളക് പൊടിയുടെ എരിവാണ് ഇതിൽ കൂടുതൽ, അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് പ്രത്യേകം നമുക്ക് കിട്ടുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ ഗരം മസാല പൗഡർ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പലരും കാണാം നമ്മൾ ഗരം മസാല പൗഡറൊക്കെ നേരത്തെ ആഡ് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്പൈസസ് നമുക്ക് ആ ഒരു ആരാമ ഫ്ലേവർ കിട്ടാനല്ലേ ചേർക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ചേർക്കാൻ ശ്രമിക്കുക. അതുപോലെ ലാസ്റ്റ് ടൈമിൽ വളരെ കുറച്ച് ഗീ കൂടെ ചേർക്കുക. കാരണം നമ്മൾ ഈ ഒരു ഗ്രേവിയിൽ ഗീ ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ ആ ഗീയുടെ ഒരു ടേസ്റ്റ്, ബിരിയാണി അല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു ഗീ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഗീയുടെ കൂടുതൽ ആവശ്യവുമില്ല. ഇപ്പോൾ എന്താ നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവം എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള മല്ലി ഇല കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് പുതിന ഇലയും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബിരിയാണിയെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. റൈസ് വെന്ത് കഴിഞ്ഞു, ഗ്രേവിയും വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ സെർവ് ചെയ്യാമെന്നൊന്ന് കാണണ്ടേ. ആദ്യം നമുക്ക് കുറച്ച് പിസ്ത, അതുപോലെ കുറച്ച് മല്ലിയില ഏത് മോൾഡിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ വെക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ രീതി നിങ്ങളെ കാണിക്കുന്നത് മാത്രം. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുള്ള നമ്മുടെ റൈസ് ആദ്യം നമ്മളിത് എടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മോൾഡ് വീട്ടിലുണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നി ഇതിൽ ചെയ്യാം, അപ്പോൾ ഒന്ന് കാണിക്കുന്നത് മാത്രം. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്യാൻ പറ്റും. കാണാനുള്ള ആ ഒരു ലുക്ക് ഉണ്ടാകുമ്പോഴേ നമുക്ക് കഴിക്കാനൊരു അട്രാക്ഷൻ തോന്നും. ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നമ്മുടെ ചിക്കൻ പീസസും ഗ്രേവിയും ഒക്കെ ഒന്ന് വെച്ച് ഒന്ന് നമ്മുടെ മഞ്ഞാളി ബിരിയാണീനെ ആ ഒരു കറക്റ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കണ്ടുള്ള ആ ചിക്കൻ പീസസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ഫീലില്ലേ.
അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.